മെമ്മറി കാർഡ് മുക്കുന്നവർ, CCTV ഇടിമിന്നലിൽ നശിച്ചുപോയി എന്ന് പറയുന്നവർ, ഫയലുകൾ കരുതിയിരിക്കുന്ന ചില പ്രത്യേക സെക്ഷനുകൾ അഗ്നിക്ക് ഇരയാക്കുന്നവർ, ഇങ്ങനെയൊക്കെ തങ്ങളുടെ നേരെ നീളുന്ന അഴിമതിയുടെയും ആരോപണങ്ങളുടെയും മുനയൊടിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർ ശ്രീ CV ആനന്ദബോസിനെ മാതൃകയാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. സത്യമറിയണമെങ്കിൽ പൊതുജനങ്ങൾക്ക് രാജ്ഭവനിൽ എത്താം. നേരിട്ട് രാജ്ഭവനിലെ സംഭവ ദിവസത്തെ ദൃശ്യങ്ങൾ കാണാം. സച്ച് കെ സാമനെ ഇങ്ങനൊരു പരിപാടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഗവർണർ. സച്ച് കെ സാമനയിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് ബംഗാൾ രാജ്ഭവൻ. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിന്റെ മുന ഒടിച്ച് ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പൊതുജനങ്ങൾക്ക് രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. സച്ച് കെ സാമനെ എന്ന പരിപാടിയുടെ ഭാഗമായാണ് സംഭവം നടന്നു എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് പരിശോധിച്ചു നോക്കാനുള്ള അവസരം നൽകുന്നത്. എന്നെ അപകീർത്തിപ്പെടുത്താൻ മമതാ സർക്കാർ ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുകയാണ് എന്ന് പൊതുജനങ്ങൾക്ക് തന്നെ രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്താവുന്നതാണ്. മമതയ്ക്കും അവരുടെ പോലീസിനും ഒഴികെ ബംഗാളിലെ ഏതൊരു പൗരൻ ആവശ്യപ്പെട്ടാലും CCTV ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവനിലേക്ക് വിളിച്ചാലോ മെയിൽ അയച്ചാലോ ലൈംഗികോപദ്രവം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ലഭിക്കും. CV ആനന്ദബോസ് എക്സിൽ കുറിച്ചു. ഇന്ന് രാവിലെ 11:30 കൊൽക്കത്തയിലെ രാജ്ഭവനിൽ എത്തുന്ന ആദ്യ 100 പേർക്ക് CCTV ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിക്കാമെന്നും ആനന്ദബോസ് പറഞ്ഞു. രാജ്ഭവനിലേക്ക് 03322001641 എന്ന നമ്പറിൽ വിളിക്കാമെന്നും ഗവർണർ അറിയിച്ചു. തനിക്കെതിരെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന മമതാ സർക്കാരിന്റെ നയങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നും ഇതിനെതിരെ ശക്തമായി പോരാടുമെന്നും CV ആനന്ദബോസ് വ്യക്തമാക്കി. ബംഗാൾ ഗവർണറായി ചാർജ് എടുത്ത ശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായി അദ്ദേഹം പല രീതിയിലും പ്രവർത്തിച്ചിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാതാക്കുക എന്നതും അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുക എന്നതുമൊക്കെ അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ എടുത്ത മേഖലകളാണ്. ഇത് ഭരണകക്ഷിക്ക് സൃഷ്ടിച്ച തലവേദന ചെറുതൊന്നുമല്ല. അതിന്റെ തിക്തഫലങ്ങൾ പലതും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടിയും വന്നു. ഏറ്റവും ഒടുവിൽ ഇത് അദ്ദേഹത്തിന്റെ പേരിൽ ലൈംഗിക പീഡന പരാതിയും പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത്, അധികമാരും ഉന്നയിക്കപ്പെടാതെ പോയൊരു സംഗതി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനങ്ങളാണ്. ഇത്രയും തവണ ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സംസ്ഥാനത്ത് എത്തുക എന്നത് നിസ്സാര കാര്യമല്ല. തുടക്കം മുതൽ തന്നെ സന്ദേശ് ഖലിയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും അവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഗവർണർ ശ്രീ CV ആനന്ദബോസ് നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടു എന്നത് തന്നെയാണ് തൃണമൂലിനെ ചൊടിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ബംഗാളിലെ സന്ദേശ് ഖലിയിലെ സ്ത്രീകൾ നാരീശക്തി ഒറ്റക്കെട്ടോടെ മുന്നോട്ട് വന്നതും ഗവർണറുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. സന്ദേശ് ഖലിയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന വനിത നാളെ ബംഗാളിലെ മറ്റൊരു മമതാ ബാനർജിയായി മാറാം. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം തൃണമൂലിന് തലവേദന സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ തൃണമൂൽ തന്നെ പിളരാനുള്ള സാധ്യത ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെയാണ് അവരെ വേദനിപ്പിക്കുന്നത്. ആ ഒരു ടെൻഷനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഗവർണർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം ലൈംഗിക അതിക്രമ ആരോപണത്തിൽ പശ്ചിമ ബംഗാൾ ഗവർണറും മലയാളിയുമായ ഡോക്ടർ CV ആനന്ദബോസിന് പിന്തുണയുമായി CPM. ആരോപണം ഉന്നയിച്ച യുവതിയുടെ കുടുംബത്തിന് തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടിയാണ് CPM ആനന്ദബോസിനെ പിന്തുണച്ചത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തൃണമൂലിന്റെ നാടകമാണ് പരാതിയെന്ന് CPM ആരോപിക്കുന്നു. പരാതിക്കാരുടെ അമ്മ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് കിഴക്കൻ മേദിനിപൂർ ജില്ലാ സെക്രട്ടറി നിരഞ്ജൻ സിഹി വെളിപ്പെടുത്തി. സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും നിരഞ്ജൻ സിഹി ആരോപിച്ചു. ആനന്ദബോസ് അപമര്യാദയെ പെരുമാറിയെന്ന് ആരോപിച്ച് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി കഴിഞ്ഞ ആഴ്ചയാണ് പോലീസിൽ പരാതി നൽകിയത്. രാവിലെ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഗവർണറുടെ മുറിയിലെത്തുമ്പോൾ അദ്ദേഹം കയ്യിൽ കയറി പിടിച്ചു എന്നും അപമര്യാദയെ സംസാരിച്ചു എന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന സൂപ്പർവൈസറെ പറഞ്ഞയച്ച ശേഷമായിരുന്നു സംഭവമെന്നും ജീവനക്കാരി പരാതിയിൽ ആരോപിക്കുന്നു. ഏപ്രിൽ 24 മുതൽ 2 തവണ ഗവർണർ ലൈംഗികാതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന്റെ തുടർ നോട്ടീസുകളോട് രാജ്ഭവൻ ജീവനക്കാർ പ്രതികരിച്ചിട്ടില്ല. സഹകരിക്കേണ്ടെന്ന ഗവർണറുടെ കത്ത് ഉത്തരവിന് സമാനമായാണ് പരിഗണിക്കുന്നത് എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമാനസ്.